നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് ഒരു നമ്പർ എങ്ങനെയാണ് ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഇതാണ് കാണാനുള്ളത്. അപ്പോൾ ആദ്യം ഈ ആംസ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്പർ, ഇപ്പോൾ എക്സാമ്പിൾ 153, അതൊരു ആംസ്ട്രോങ് നമ്പറാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഓരോ ഡിജിറ്റും എടുക്കുക. ഇപ്പോൾ 1ഉം 5ഉം 3ഉം എടുത്തിട്ട് അതിൻ്റെ ക്യൂബുകളുടെ സം എടുക്കുമ്പോൾ ആ നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ ആ നമ്പർ ഒരു ആംസ്ട്രോങ് നമ്പറാണ്. അപ്പോൾ എന്താണ് ഒരു ആംസ്ട്രോങ് നമ്പർ? അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മ് ആ നമ്പർ തന്നെയാണെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പർ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്പർ തരും. അപ്പോൾ ആ നമ്പറിൻ്റെ ഓരോ ഡിജിറ്റും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അതെങ്ങനെ ചെയ്യും? കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിരുന്നു, സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. അതിൽ എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 153, നമ്മുടെ n. അപ്പോൾ അതിൽ 3 നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിമൈൻഡർ എടുക്കണം. 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? റിമൈൻഡർ 3. അപ്പോൾ നമുക്ക് 3 എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഏതാ കിട്ടണ്ടേ? 5 കിട്ടണ്ടേ. പക്ഷെ 5 കിട്ടാൻ വേണ്ടി ഈ 153 റിമൈൻഡർ എടുക്കുമ്പോൾ നമുക്ക് 3 കിട്ടുന്നത്. പക്ഷെ നമുക്ക് 5 കിട്ടാൻ എന്ത് ചെയ്യണം? 15ൻ്റെ റിമൈൻഡറല്ലേ എടുക്കണ്ടേ? 15 റിമൈൻഡർ 10 എടുത്താൽ നമുക്ക് 5 എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ 15 ആക്കാൻ എന്ത് ചെയ്യണം? ഈ 153നെ 15 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 10 ചെയ്യണം. ഇത് റിമൈൻഡർ കണ്ടുപിടിക്കുന്നതാണ്, ഇത് ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ n ഇപ്പോൾ എന്തായി മാറും? 15 ആയി മാറും അല്ലേ? 153 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പം n 15 ആവും. ഇനി ഈ പുതിയ എന്നിലാണ് ഇനി അടുത്ത റിമൈൻഡർ ഓപ്പറേഷൻ ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ അടുത്ത പുതിയ n 15നെ റിമൈൻഡർ എടുക്കും, നമുക്ക് 5 കിട്ടി. അപ്പോൾ നമുക്ക് 3ഉം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി, 5ഉം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് 1 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15നെ റിമൈൻഡർ എടുക്കും, നമുക്ക് 5 കിട്ടുന്നത്. പക്ഷെ 1നെ കിട്ടാൻ എന്ത് ചെയ്യണം? അത് വീണ്ടും ചുരുക്കണം. ഇതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് പുതിയ എന്നിൻ്റെ വാല്യൂ 1 കിട്ടും അല്ലേ? ആ 1നെ റിമൈൻഡർ എടുക്കുമ്പം നമുക്ക് റിമൈൻഡർ 1, അതായത് ഈ ഫസ്റ്റ് ഡിജിറ്റ് കിട്ടും. അപ്പം നമുക്ക് 3 ഡിജിറ്റും ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അതോടെ നമുക്ക് ആ ലൂപ്പ് അവസാനിപ്പിക്കണം. അപ്പം നമ്മളെങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് 1 ഡിവിഷൻ 10 ആണ്. അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് n 0 ആവും. അപ്പോൾ ആ സ്റ്റെപ്പ് വേണ്ട, അതിന് മുമ്പേ തന്നെ നമുക്ക് ഈ 3 നമ്പേഴ്സും ഡിജിറ്റ്സും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മുടെ ലൂപ്പ് എങ്ങനെയായിരിക്കണം? n ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഓരോ ഡിജിറ്റിൻ്റെയും ക്യൂബ് എടുത്ത് സം ചെയ്യണം. അപ്പോൾ സം ചെയ്യാൻ നമ്മൾ കുറേ കാലമായി പറയുന്നു, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ സമ്മിൻ്റെ വാല്യൂ ഇനീഷ്യേറ്റ് ചെയ്ത് 0 ആക്കും അല്ലേ? അപ്പോൾ ഇവിടെ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് r. ആണോ? അല്ലല്ലോ, r ക്യൂബ് അല്ലേ? ക്യൂബുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് r ക്യൂബ്. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഈ സമ്മിന് നമ്മളൊരു 0 എന്ന് കൊടുക്കും അല്ലേ? ആദ്യം 0 പ്ലസ് ഫസ്റ്റ് കിട്ടുന്ന rൻ്റെ ക്യൂബ് എടുക്കും, അത് ഇതിലോട്ട് അസൈൻ ചെയ്യും, വീണ്ടും അടുത്ത നമ്പറുമായിട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇത് ലാസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സമ്മ് ലാസ്റ്റ് ഈ 3 r വാല്യൂയും ക്യൂബ് ചെയ്ത് കിട്ടുന്ന ആ സം ഈക്വൽ ടു n എന്താ? നമ്മുടെ ഒറിജിനൽ നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ആംസ്ട്രോങ് നമ്പറാണ്, സം ഈക്വൽ ടു നമ്പർ. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ ഓരോ പ്രാവശ്യം റിമൈൻഡറും എടുക്കുന്നുണ്ട്, ഡിവിഷനും ചെയ്യുന്നുണ്ട്. ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ n വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ആവുന്നുണ്ട്, ചുരുങ്ങി വരുമല്ലേ? n 15 ആയിരുന്നു, പിന്നെ ഡിവിഷൻ ചെയ്തപ്പോൾ 1 ആയി. അപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യും? ഒറിജിനൽ നമ്പർ ഇപ്പം മാറിയില്ലേ? n എന്നുള്ള ആദ്യം 153 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് n 1 ആയില്ലേ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ, ഈ ഒരു എക്സാമ്പിളിൽ. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്നിനെ വേറൊരു വേരിയബിളിലോട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എക്സാമ്പിൾ വേറെ വേരിയബിൾ, ഒരു t എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് ഞാൻ എന്നിനെ ആദ്യം തന്നെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആ ടീന് മാറ്റമൊന്നും വരില്ല. ടീൻ്റെ വാല്യൂ എപ്പോഴും 153 തന്നെയായിരിക്കും, കാരണം ടീയിൽ നമ്മൾ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമുക്ക് സം ഈക്വൽ ടു ഈ
ഈ സം ഈക്വൽ ടു ടി എന്ന് നമുക്ക് നോക്കിയാൽ അതൊരു ആംസ്ട്രോങ് ആണോ അല്ലയോ എന്ന് നോക്കാം. എന്തായാലും ആ കോഡ് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് പ്രോഗ്രാമിലോട്ട് നോക്കാം. അപ്പോൾ നമുക്കൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ ഇൻറ്റ് എന്നാണ് ഞാൻ കൊടുത്തത്. നമുക്ക് റിമൈൻഡർ കിട്ടും ആർ. ഇതെല്ലാം ഇൻറ്റീജറിൽ ചെയ്യണം. കാരണം എന്താ, നമുക്കറിയാം 153 ഡിവൈഡഡ് ബൈ 10 എന്നൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആൻസർ 15.3 ഒക്കെയാണ്. പക്ഷേ നമുക്ക് 15.3 വേണ്ടല്ലോ, 15 മാത്രം മതി. അതുകൊണ്ട് എല്ലാം ഇൻറ്റീജറിലാണ് ചെയ്യുന്നത്. ഇനി അതാ നമുക്കൊരു വേരിയബിൾ സമ്മ്. ഇതൊക്കെ ലാസ്റ്റ് എഴുതിയാലും മതി. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ലോജിക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനി ആദ്യം നമ്മൾ പ്രിൻ്റ് എൻ്റർ യുവർ നമ്പർ സ്കാൻഎഫ് ചെയ്തിട്ട് ഇൻപുട്ട് ചെയ്യിക്കും. ഓക്കെ, അതാണ് അടുത്ത് ചെയ്യുന്നത്. പ്രിൻ്റ് ഇനി അടുത്തതാണ് നമ്മുടെ ആ ലൂപ്പ്. ഞാനിവിടെ വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. വൈൽ n ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്ത് ആ കണ്ടീഷൻസ് അങ്ങ് കൊടുത്താൽ മതിയല്ലോ. അപ്പം നോക്കിക്കോ, വൈൽ n ഗ്രേറ്റർ ദാൻ 0. എന്താ ചെയ്യണ്ടേ? അത് നമുക്ക് ആ നമ്പറിനെ 153 ആയിരുന്നു നമ്മുടെ നമ്പർ. അതിനെ റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് ആ റിമൈൻഡർ ഓപ്പറേഷൻ ചെയ്യണം. അതെങ്ങനെയാണ്? എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ ആർ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പം ആർ ഈക്വൽ ടു n ബൈ 10 അല്ലേ? ഇനിയോ അടുത്തത് ഈ ആറിനെ നമുക്ക് ക്യൂബ് ചെയ്തിട്ട് സം ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്പാണ് സം ഈക്വൽ ടു സം പ്ലസ് ആർ ക്യൂബ് ആർ ഇൻറ്റു ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി ഓരോ പ്രാവശ്യം, ഇനി അടുത്ത പ്രാവശ്യം എന്താവണം? ഈ നമ്പർ എന്നും 153 ആയ n നമുക്ക് 15 ആക്കിയാലേ അടുത്ത റിമൈൻഡർ കിട്ടുള്ളൂ. അപ്പോൾ 15 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? n ഈക്വൽ ടു n ഡിവിഷൻ 10 അല്ലേ? n ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 10. ഇതും കൂടി ചെയ്താലേ എന്നിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ n 0 ആവുന്ന വരെ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഓരോ തവണയും ഓരോ ആർ വാല്യൂ ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ആയി വരും. ലാസ്റ്റ് n 0 ആകുമ്പോഴേക്കും ഈ ലൂപ്പ് നിൽക്കും. അപ്പോൾ നമുക്ക് സമ്മിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും നമ്മുടെ റിസൾട്ട്. അല്ലാതെ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് n 1 ഒക്കെ ആയി മാറും. അത് ചുരുങ്ങി അപ്പോൾ നമുക്ക് എന്നിനെ ആദ്യം വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. ഞാൻ ടി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ടി ഈക്വൽ ടു n ആദ്യം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ടീൻ്റെ വാല്യൂ എത്രയാണ്? ടീൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ ഏതാണ് ഇപ്പോൾ കൊടുക്കുന്നത്, n ഇൻപുട്ട് ചെയ്യുന്ന ആ വാല്യൂ ആയിരിക്കും ടിയിലുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് ടി ഈക്വൽ ടു സമ്മ് ആണെങ്കിൽ ആൻസ്ട്രോം അല്ലേ? പ്രിൻ്റ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ എൽസ്
printf not Armstrong. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് ഇവിടെ നമ്മൾ ടി എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അതും ഒരു ഇൻറ്റീജർ. അപ്പോൾ ടി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. വൺ 153 തന്നെ ആദ്യം ചെക്ക് ചെയ്യാം അല്ലേ? 153. ആംസ്ട്രോങ് നമ്പർ. ഇനി വേറൊരു നമ്പർ നോക്കാം. 123 നോട്ട് ആംസ്ട്രോങ്. അപ്പം ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഓരോ നമ്പറും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഷനും ചെയ്യുന്നുണ്ട്, റിമൈൻഡറും ചെയ്യുന്നുണ്ട്. ആ രണ്ടും സ്റ്റെപ്പ് വൈസ് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇനിയിപ്പോൾ ഡൗട്ടുള്ളവർ ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കും. അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക് യു.